നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല നിമിഷങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ലോകപ്രശസ്ത സന്യാസ ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ വിഹരിക്കുന്ന സ്വാമി അച്യുതതിരുനാൾ ഏകലവ്യ ആശ്രമത്തിലുള്ള അദ്ദേഹത്തെ 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നേരിൽ കാണുന്നതും സംസാരിക്കുന്നതും. ഞാൻ ജനിച്ച മണ്ണിൽ തമ്പാനൂരിലെ എൻ്റെ വീടിനടുത്താണ് അദ്ദേഹവും താമസിച്ചിരുന്നത്. എഴുത്തും കുറേ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ആത്മീയവും അല്ലാതെയും. നല്ലൊരു വ്യക്തിത്വം. ഞാൻ റഷ്യയിൽ പോകുന്ന അവസരത്തിൽ റഷ്യൻ സന്ദർശന സമയത്ത് എൻ്റെ കുറച്ച് കവിതകൾ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി തരികയുണ്ടായി. അതേപോലെ ചില കത്തുകളും എൻ്റെ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ചില കുറിപ്പുകളും അതെല്ലാം എനിക്ക് കിട്ടിയൊരു അവാർഡ് പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു 4 തവണയായി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഈ ആശ്രമത്തിൽ വന്നപ്പോഴെല്ലാം അദ്ദേഹം തിരക്കിലും പല പല കാര്യങ്ങൾക്കായി പാലക്കാടും അവിടെയൊക്കെ ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് തോന്നിയത് എന്താണെന്ന് നിങ്ങളോട് പറയും. ഈ ശരവൺ മഹേശ്വർ എന്നുള്ള പേര് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് ഒരു 35 വർഷങ്ങൾ മുമ്പാണ്. അന്ന് തന്നെ ഇങ്ങനൊരു പേര് സ്വീകരിക്കുക എന്ന് പറയുന്നത് അന്നൊരു വലിയൊരു പുതുമയായിരുന്നു. ശരവൺ മഹേശ്വറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെയല്ല, അന്നേ അല്ല, ഇന്നൊട്ടുമല്ല, അന്നേ ഒട്ടും അങ്ങനെയായിരുന്നു. കാരണം എല്ലാവരും അവരുടെ ലിമിറ്റേഷനകത്ത് ജീവിക്കാൻ തയ്യാറെടുക്കുന്നവരാണ് ജീവിതത്തിനകത്ത്. ഒരു കർഷകൻ്റെ മകനായിട്ട് ജനിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം പേരും ആ കർഷകൻ്റെ അറിവിനകത്തും കർഷകൻ്റെ അനുഭവങ്ങൾക്കുള്ളിലും ആ ജീവിതത്തിനകത്ത് നിൽക്കും. പക്ഷേ ഈ ശരവൺ മഹേശ്വർ തൻ്റെ എല്ലാ വേലിക്കെട്ടുകളെയും പൊളിച്ചുകൊണ്ട് നീന്തുന്ന ഒരാളാണ്. ഒരു കുളമായിരിക്കാനല്ല, ഒരു ചുരമാന്തി കൂലം കുത്തി ഒഴുകുന്ന ഒരു നദിയാവാനാണ് അദ്ദേഹത്തിന് അന്നേ ഇഷ്ടം. അപ്പോൾ തമ്പാനൂർ എന്ന് പറയുന്നത് ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അന്നത്തെ ബാല്യം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തമ്പാനൂർ റോഡിൽ ഏറ്റവും അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ശരവൺ മഹേശ്വരനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തോടും സിനിമയോടും ഒക്കെയുള്ള ഒരു അതിലുള്ളൊരു ഇൻവോൾവ്മെൻറ്റ്. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഒരു സിനിമ എടുക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാകുറ്റം. എനിക്ക് നിങ്ങളുടെ പൈപ്പിൽ നിന്ന് വെള്ളം തന്നില്ലെങ്കിൽ ഞാൻ അരുവിക്കര ഡാമിൽ നിന്ന് വേറെ ഒരു വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു ഡിറ്റർമിനേഷനാണ്. എന്നോട് നിങ്ങൾ നോ എന്ന് പറയണ്ട എന്ന് പറയും. അത് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചു കൊടുത്തേക്കാം. അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് തീർച്ചയാണ് അന്ന് തമ്പാനിലുണ്ടായിരുന്ന ആളുകൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പുള്ളി എന്തായി എന്ന് ചോദിക്കുമെങ്കിൽ അതിൽ 5-6 പേരുണ്ട്. അതിൽ ഒരാൾ ശരവൺ മഹേശ്വരാണ്. പുള്ളി എവിടെയെന്ന്. കാരണം അന്ന് വല്ലാണ്ട് വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ശരവൺ മഹേശ്വർ. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, തമ്പാനൂരിൻ്റെ തെരുവീതിയിലൂടെ ഇങ്ങനെ പെട്ടെന്നേ പോവുള്ളൂ, ഒരിക്കലും പറയാൻ നടക്കില്ല. പുള്ളി പെട്ടെന്ന് നടക്കും. പിന്നെ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എഴുതും. അങ്ങനെയായിരുന്നു. നമ്മൾ സാധാരണ ഒരു 50 ബുക്ക് വായിച്ചാൽ നമുക്കൊരു ബുക്ക് എഴുതാൻ തോന്നും. ഇതങ്ങനെയല്ല, ഒരു പുസ്തകം വായിക്കില്ല, പക്ഷെ ഞാൻ എഴുതുന്നത്. ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അന്നത്തെ ആ ചെറുപ്പത്തിൻ്റെയാണത്. പുള്ളി അഭിനയിച്ച ഒരു ചെറിയ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് തമ്പാനൂരിലെ നേതാജി ക്ലബിൻ്റെയൊക്കെ ആക്റ്റീവ് മെമ്പറാണ്. ഒരുപക്ഷെ അന്ന് ശരവൺ മഹേശ്വരൻ്റെ കൂടെ ആക്റ്റീവായിരുന്ന ആളുകൾ ഇപ്പോൾ സിനിമ ഫീൽഡ് അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നാനാ വേണുവാണ്, പിന്നെ ശരവൺ മഹേശ്വറാണ്.
അതായത് ഒരു പേനയും കുറച്ച് പേപ്പറും ഉണ്ടെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും ജീവിക്കും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അതിപ്പോഴും സൂക്ഷിക്കും. നമ്മൾ കാലം തോറ്റുപോകുന്ന ചില ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ശരവൺ മഹേശ്വർ തന്നെയാണ് ഒരു 18 വയസ്സിലും ഒരു വ്യത്യാസമില്ല. പുതിയ പുതിയ ആശയങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും കഠിനമായ അധ്വാനവും ആരൊക്കെ പരിഭവം ചൊല്ലിയാലും ആരൊക്കെ എതിർത്താലും അതൊന്നും ഇദ്ദേഹത്തിന് ബാധകമില്ല. അതൊരു വലിയൊരു സംഭവം. ഒരു പക്ഷേ അത്തരത്തിലൊരാൾക്ക് ജീവിത വിജയം അങ്ങനെ ജീവിത വിജയം നേടാതിരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഇനിയാവാം ശരവൺ മഹേശ്വർ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ പരമമായ വിജയത്തിൻ്റെ എസ്പെഷ്യലി സാഹിത്യത്തിലൊക്കെ അല്ലെങ്കിൽ മറ്റേത് അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ എന്തിനും എങ്കിലും വരുന്നത് സ്റ്റഫുള്ള ആളാണ്, സംശയമൊന്നുമില്ല. ആരൊക്കെ ശ്രമിച്ചാലും അദ്ദേഹത്തെ തടഞ്ഞു നിർത്താനും പറ്റില്ല. അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ എഴുതി, ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചു. ഞാനിപ്പോൾ ശരവണോട്ട് ഒരു മണിക്കൂർ സംസാരിച്ചു. ഏതാണ്ട് സിനിമ കാണുന്ന പോലെയായിരുന്നു എനിക്ക്. വിവിധ രംഗങ്ങളിലുള്ള ഒരു സിനിമ കാണുന്ന പോലെ. ഒരാളുടെ ജീവിതത്തിൽ ഇത്രയധികം രംഗങ്ങളിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് വളരെ വളരെ വിരളമാണ്. എനിക്ക് തോന്നുന്നു ശരവണിനെ കുറിച്ചൊരു സിനിമ എടുത്താൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരുപാട് ലൊക്കേഷൻ ഉണ്ടാവും, എന്നാലും പുള്ളിയുടെ ജീവിത വീക്ഷണം അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് ബാല്യകാലത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഓർക്കാൻ രസമുള്ള ഒരാൾ, അതാണ്. എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നു അന്നത്തെ കാലത്ത് തന്നെ. ഒരുപാട് വാഗ്ദാനങ്ങൾ എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ആരും അവരുടേതായ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങിക്കഴിഞ്ഞാൽ, അവരുടെ ഒരു സിറ്റഡൽ, ഒരു അതിനകത്തൊരു ഒരു കോട്ട ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു പോവില്ല. പക്ഷെ പുള്ളിയെ കോട്ട വെച്ച് കെട്ടാൻ ആർക്കും സാധിക്കില്ല. അതിവേഗം മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിര പോലെയാണ്. അപ്പോൾ കാലം ഇങ്ങനെ അടിച്ചിട്ടല്ല പുള്ളി പോകുന്നത്, ആരും അടിക്കണ്ട, പുള്ളി പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് തീർച്ചയാണ് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ശരവണനുണ്ടെങ്കിൽ ഏതോ ഒരു കാര്യത്തിനകത്ത്, എനിക്ക് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല, ഒരുപക്ഷെ സാഹിത്യത്തിലായിരിക്കും, അല്ലെങ്കിൽ സിനിമയിലായിരിക്കും, അല്ലെങ്കിൽ ഈ സിനിമയും സാഹിത്യത്തൊക്കെ ചേർത്ത് എഴുതുന്ന പുസ്തകത്തിലായിരിക്കും. വാട്ട് ഓഫ് ദാറ്റ് ഈസ്, ശരവണിന് എവിടെയോ ഒരു വിജയം കാത്തിരിപ്പുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. വളരെ സന്തോഷം. അതിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയും പറയാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ശ്രീ അശ്വതി ഇരുന്നാൽ. ജീവിതത്തിൽ ഈ നിമിഷങ്ങൾ, ഈ കടന്നു പോകുന്ന ഈ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാവതല്ല. ഏകലവ്യ ആശ്രമത്തിനും അതിൻ്റെ മഠാധിപതി ശ്രീ അശ്വതി ഇരുന്നാളിനും എൻ്റെ നമോഭാഗം. നന്ദി, നമസ്കാരം. ശരി.